ശ്രീ അൻസാരി എന്നോടൊപ്പം വീണ്ടും ഉണ്ട്. നേരത്തെ അദ്ദേഹത്തിന് ഫോൺ യാത്രയിൽ കട്ടായിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ അൻസാരി, അതായത് ഈ തുളസീധരൻ പള്ളിക്കൽ പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, പിണറായി വിജയൻ നിങ്ങളുമായി ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. UDF-നെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളുള്ളൂ, അല്ലാത്ത ഒരിടത്തും നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളില്ല. അത് വാസ്തവവുമാണ്. സത്യത്തിൽ നിങ്ങളുടെ ഒരു പാർട്ടി എന്ന നിലയ്ക്കുള്ള അസ്തിത്വം മാറ്റിവെച്ച് പിണറായി വിജയന്റെ പാർട്ടിയുമായി ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് സംശയിക്കാൻ കഴിയുന്ന എല്ലാ സാധ്യതകളും ഇന്ന് അന്തരീക്ഷത്തിലുണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുക? മറിച്ച് നിർഭാഗ്യവശാൽ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഒരു കേരളത്തിന്റെ ഏറ്റവും ഒരു നിയമസഭാ ഇലക്ഷനാണ് നടക്കുന്നത്. ജനങ്ങളെ ഏറ്റവും ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടാകുമ്പോൾ STP ഒരിടത്ത് സ്ഥാനാർത്ഥി നിർത്തിയില്ല എന്നതാണ് നമ്മുടെ മുഖ്യ വിഷയമായി പോകുന്നതിന്റെ ഒരു ഗതികേടുണ്ടല്ലോ. അത് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ഓരോരുത്തരും കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങള്, പ്രശ്നങ്ങള് ഇതിനെ അഡ്രസ് ചെയ്യുന്നത് ആരാണ്? നിങ്ങളുടെ പാർട്ടി ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാവുന്നതല്ലേ? നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 40 അടുത്താണ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളത്. ഈ 40 അടുത്ത് സ്ഥാനാർത്ഥി നിർത്തിയത് ആരുടെയെങ്കിലും നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടോ ആരുമായെങ്കിലും ചർച്ച നടത്തിയതിന്റെ ഭാഗമായിട്ടോ അല്ല. അല്ല, അത് വിശ്വസിക്കാൻ മനസ്സിലായി. ആരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ടെന്ന്. പക്ഷെ അത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മറിച്ചൊരു കൊള്ളാവുന്ന ലോജിക്ക് പറയാൻ പറ്റണം. അത് നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾക്ക് ആകെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒറ്റ വാചകം കൊണ്ട് നിങ്ങൾ എത്ര ദിവസം പിടിച്ചു നിൽക്കും? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് ഞങ്ങൾക്ക് ലോക്കൽ ബോഡിയിൽ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു, അതിനേക്കാൾ പെർഫോമൻസ് ഉണ്ടായ സ്ഥലമാണ് ആലപ്പുഴയിലെ അമ്പലപ്പുഴ. ഞാൻ കണക്ക് തരാം. അവിടെ പക്ഷേ സ്ഥാനാർത്ഥിയില്ല. അപ്പം നിങ്ങളുടെ ഉദ്ദേശം സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നന്നായി പ്രവർത്തിച്ച് ഭാവിയിൽ MLA ഉണ്ടാക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ എതിരാളിയെ തോൽപ്പിക്കുക എന്നാണ്. നിങ്ങൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, BJP-യോട് ആ സമീപനമുള്ള പാർട്ടിയാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പഞ്ചായത്ത് ഇലക്ഷനിലെ ചില കാര്യങ്ങൾ പറഞ്ഞും AKM അഷ്റഫിനോടുള്ള വ്യക്തിവിരോധം പറഞ്ഞും ഞങ്ങൾ അവിടെ സ്ഥാനാർത്ഥി നിർത്തി BJP-യെ വിജയിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം എന്ന ഉദ്ദേശം തന്നെ ഇല്ലാന്ന് തോന്നുന്നു. ഒരു വിഷയം STP സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവുമായിട്ടോ വലതുപക്ഷവുമായിട്ടോ കൂട്ടുകൂടുന്നതിനോ മുന്നണി സംവിധാനത്തിൽ പോകുന്നതിനോ ഒന്നിച്ചു മത്സരിക്കുന്നതിനോ ഒരു തടസ്സവും ഇല്ല. അങ്ങനെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഒന്നിച്ചു പോകുകയാണെങ്കിൽ അത് ഞങ്ങൾ പറയും, ഇടതുപക്ഷത്തിനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയും. വലതുപക്ഷത്തോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം വലതുപക്ഷത്തിനാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, പരസ്യമായി പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായും ഇത്തവണ അങ്ങനെ ഒരു വിഷയം ഇങ്ങനെ ചേരുന്നതുകൊണ്ട് എന്തെങ്കിലും തടസ്സം ഒന്നുമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഞങ്ങൾ ആരുമായും ഞങ്ങൾ 40 എടുത്ത് നിർത്തുന്നു. നിർത്താത്തതിന് പല കാരണങ്ങളുണ്ട്. ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെതായ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാം, സംഘടനാപരമായ പ്രശ്നം ഉണ്ടാകാം. എല്ലാം പരിഗണിച്ചിട്ടാകും സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി നിർത്തുക. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആപ്റ്റുള്ളിടത്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്ന നിഷാ റാവുത്തർ പറയുന്ന ചില മണ്ഡലങ്ങളിൽ തന്നെ നിർത്തണം, അത് നിർത്താത്തത് എന്തോ ഒരു അപരാധമാണ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശരി, അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ആ നിലയ്ക്ക് മാനിക്കേണ്ടതുണ്ട്, എനിക്ക് തർക്കമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ മത്സരിച്ചാൽ 5000 വോട്ടോ 6000 വോട്ടോ മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടി, മാക്സിമമാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന് സാധാരണ മലയാളിക്ക്, രാഷ്ട്രീയ മലയാളിക്ക് അറിയാം. അപ്പോൾ പിന്നെ നിങ്ങൾ മത്സരിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണ്? അത് BJP-യുടെ വിജയമാണ് മഞ്ചേശ്വരത്ത്. BJP വിജയിച്ചാലും വേണ്ടില്ല, മത്സരിക്കാനുള്ള ഞങ്ങളുടെ അവകാശമാണ് നടക്കേണ്ടത് എന്നാണോ നിങ്ങളുടെ ഒരു ബോധ്യം? ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് STP-ക്ക് 5000 വോട്ടുണ്ട് ഒരു മണ്ഡലത്തിൽ എന്ന് നിഷാ റാവുത്തർ തന്നെ പറയുന്നു. ഒരു 2-3 നാളുകൾക്ക് മുമ്പ് ഇത് പറയാൻ നിഷാ റാവുത്തർക്ക് പോലും കഴിയില്ലായിരുന്നു. STP-ക്ക് ഇത്ര വോട്ട് ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ ഉണ്ട് എന്ന് പോലും പറയാൻ കഴിയുമോ? ഞാൻ മാക്സിമം നിങ്ങൾക്ക് തരികയാണ് 5000. ഞാൻ മാക്സിമം ആണ് തരുന്നത്. കഴിഞ്ഞ പൂഞ്ഞാറിൽ ആദ്യം BJP ഭരിക്കുമ്പോൾ അവിടെ 576 വോട്ടാണ് മേടിച്ചത്. ഇപ്പൊ അവിടെ 35,000 വോട്ട് മേടിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ സ്ഥാനാർത്ഥി നിർത്തിയേക്കാം. എന്ന് പറഞ്ഞാൽ പതുക്കെ STP വളരുന്നുണ്ടെന്നുള്ളതല്ല. ഇതേ 5000 വാങ്ങിച്ചെടുത്ത് ഞങ്ങൾ 50,000 വാങ്ങിക്കാനുള്ള സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. അത് അമ്പലപ്പുഴയിലില്ല. അമ്പലപ്പുഴയിൽ നിങ്ങൾ ഈ ലോക്കൽ ബോഡിയിൽ നന്നായി പെർഫോം ചെയ്തു എന്ന് ഞാൻ പറയുന്നേ. അമ്പലപ്പുഴയിൽ നന്നായി പെർഫോം ചെയ്തു. അതെന്താ ഇത്തവണ അവിടെ നിയമസഭയിൽ സ്ഥാനാർത്ഥി ഇല്ലാത്ത എന്താണ്? ഒരിടത്ത് ലോക്കൽ ബോഡിയിൽ നമ്മളെ ഒരു മാക്സിമം. എന്നാൽ താങ്കൾ നേരത്തെ മഞ്ചേശ്വരത്തെ ലോക്കൽ ബോഡിയുടെ കണക്ക് പറഞ്ഞിട്ടാണ് ഈ ആവേശം പങ്കുവച്ചത്. അല്ല, ഞങ്ങൾക്ക് അവിടെ വോട്ടില്ലാന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് വോട്ടുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട്, ഒരുപാട് ജനപ്രതിനിധികളുള്ള മണ്ഡലങ്ങളുണ്ട്. അമ്പലപ്പുഴയുണ്ട്, ആലപ്പുഴയുണ്ട്.
അവിടൊക്കെയും ഒരുപക്ഷെ നിയമസഭാ ഇലക്ഷനിൽ നമുക്ക് പെർഫോം ചെയ്യാവുന്നതിന്റെ പരിമിതികൾ ഉണ്ടാകും. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അവിടെ ഉപയോഗിക്കേണ്ട സാമ്പത്തിക വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അതിന്റെ എല്ലാ സാധ്യതകളും ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ടാകും. പക്ഷെ മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ജനപ്രതിനിധികളില്ല. പക്ഷെ ഞങ്ങൾക്ക് അവിടെ സാന്നിധ്യമുണ്ട്, സാധ്യതയുണ്ട്. അത് നമ്മൾ പരിഗണിക്കണ്ടേ? മഞ്ചേശ്വരത്ത് ഈ കെട്ടിവെക്കാനുള്ള പൈസയുടെ പ്രശ്നമാണല്ലേ? പൊളിറ്റിക്കൽ പാർട്ടി സോറി, അമ്പലപ്പുഴയിലുള്ളത് കെട്ടിവെക്കാനുള്ള പൈസയുടെ പ്രശ്നമാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ സാധ്യതയാണ് ആദ്യമായി പരിഗണിക്കേണ്ടത്. സാധ്യത എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു എന്താ പറയുക, ക്രൈറ്റീരിയയിൽ ഏത് വെച്ചാണ് നിങ്ങൾ നോക്കുന്നത്? കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നേടിയ എന്താണ് വോട്ടാണോ, അതോ ഏതെങ്കിലും പാർലമെന്റിൽ കിട്ടിയപ്പോൾ സ്പ്ലിറ്റ് പരിശോധിച്ചിട്ടാണോ, അതോ ലോക്കൽ ബോഡിയിൽ കിട്ടിയതാണോ? ഇതൊക്കെ വെച്ചിട്ടല്ലേ പരിശോധിക്കുക. അല്ലാതെ വായുവിലെഴുതി കണക്കൂട്ടി ഞങ്ങൾ ജയിക്കും എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തിനും ഒരു കണക്കും ഒരു വ്യക്തതയും വേണ്ടേ? അങ്ങനെ നോക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ള പല സ്ഥലത്തും സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല. ഇവിടെ നിങ്ങൾ UDF ജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തെല്ലാം ആൾക്കാരെ ഫീൽഡ് ചെയ്തിട്ടുണ്ട്. UDFനെ തോൽപ്പിക്കണമെന്നാണ് നിങ്ങളുടെ തീരുമാനം. അതിന്റെ ഗുണം CPM-നാണ്. നിങ്ങൾ CPM-ആയിട്ട് കരാറുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് SDPIയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ തുളസീധരൻ പള്ളിക്കലാണ്. അദ്ദേഹം പറയുകയാണ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ നമ്മൾ പിൻവലിക്കണം, അതിന്റെ ഗുണഭോക്താവ് BJP ആണെന്ന്. നിങ്ങൾ BJPക്ക് നോക്കൂ, ഏറ്റവും വലിയ വംശീയ വർത്തമാനം കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി. അയാൾ പറഞ്ഞതുപോലെയുള്ള കേട്ടാൽ അറയ്ക്കുന്ന വംശീയ വർഗീയത കേരളത്തിൽ മറ്റ് നേതാക്കൾ ആരെങ്കിലും BJPയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം. അങ്ങനെ ഒരാളെ വിജയിപ്പിക്കാനാണ് SDPI മഞ്ചേശ്വരത്ത് പണിയെടുക്കുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്കറിയാം. അപ്പം നിങ്ങളുടെ നിഗൂഢ പദ്ധതിയുടെ ബെനിഫിറ്റ്സ് എന്താണ് എന്നത് പറയാൻ പറ്റുമെങ്കിൽ പറയുക. അല്ലാതെ നിങ്ങൾ ഈ നിലനിൽക്കാത്ത വാദങ്ങൾ പറഞ്ഞ് ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇങ്ങനെ ദുർബലനായി പോകുന്നത് സഹതാപകരമാണ്. നിഷാദ് റാവുത്തർ സുരേന്ദ്രൻ ജയിക്കുമെന്ന് ഉറപ്പിച്ച് ഈ മീഡിയ വണ്ണിനും അതുപോലെ തന്നെ നിഷാദ് റാവുത്തറിന് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നു? 87 വോട്ടിനും 500 വോട്ടിനും ഒക്കെ ഡിഫറൻസിൽ തോറ്റുപോയ സ്ഥലമാണ് അവിടെ. നിങ്ങൾ 2000 വോട്ട് പിടിച്ചാലെങ്കിലും സുരേന്ദ്രനാണ് സെക്കൻഡ് നിൽക്കുന്നത്. നാരോ എഡ്ജിൽ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന സുരേന്ദ്രനാണ്. ആ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ മഞ്ചേശ്വരത്ത് പണിയെടുക്കുന്നത്, വേറൊന്നിനുമല്ല. അതെല്ലാവർക്കും അറിയാം. നിഷാദ് റാവുത്തർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് മഞ്ചേശ്വരത്ത് സുരേന്ദ്രനെ വിജയിപ്പിക്കണം. ഞാനാണോ നിങ്ങളാണോ നാട്ടുകാർക്ക് അറിയാലോ. UDFനെ വിജയിപ്പിക്കണം. ഇതാണല്ലോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ പോലും BJP ജയിക്കില്ല, ജയിക്കാനുള്ള സാധ്യതയില്ല. കേരളത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യന്മാരുണ്ടെങ്കിൽ മഞ്ചേശ്വരത്ത് പിൻവാങ്ങാൻ പോവാണ്. മഞ്ചേശ്വരത്ത് SDP ജയിക്കും, അതിനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതിന് തടസ്സമുണ്ടോ എന്ന് പറയാം. എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ കഴിഞ്ഞ ഏതെങ്കിലും ഇലക്ഷനിൽ നിങ്ങൾക്ക് 10,000 വോട്ട് തികച്ചു കിട്ടിയ ഒരു കണക്ക് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരിടത്ത് മത്സരിച്ചെങ്കിൽ മാത്രമല്ലേ ഞങ്ങൾക്ക് വോട്ട് ഇത്ര എന്ന് പറയാൻ കഴിയും. ഞങ്ങൾക്ക് മത്സരിക്കട്ടെ, ഒരു മത്സരിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു അനുവാദം നിങ്ങൾ തരണം. അനുവാദം ഞങ്ങൾ മത്സരിക്കാൻ സാധ്യതയുള്ളിടത്ത് മത്സരിക്കുമ്പോ അവിടെ ദാണ്ടെ BJP വരുന്നു, നിങ്ങൾ മത്സരിക്കരുതേ എന്ന് പറയാ. മത്സരിക്കാതിരിക്കുമ്പം അവിടെ സ്വയം പറ്റിക്കാതെ അൻസാരി, സാധ്യതയുള്ള സ്ഥലത്തെല്ലാം നിങ്ങൾ മത്സരിക്കുന്നില്ല. നിങ്ങൾ സാധ്യതയുള്ള സ്ഥലത്ത് ഇതിനേക്കാൾ സാധ്യതയുള്ള സ്ഥലത്ത്, ഇതിനേക്കാൾ മെച്ചപ്പെട്ട നമ്പർ ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥലത്ത് മത്സരിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ മത്സരിക്കുന്നത് സുരേന്ദ്രനെ ജയിപ്പിക്കാനും AK മഷറഫിനെ തോപ്പിക്കാനും UDFന്റെ ടോട്ടൽ നമ്പർ കുറയ്ക്കാനും UDFന്റെ മാജിക് നമ്പറിൽ അവരെ വെട്ടാനുമുള്ള കരാറെടുത്തിരിക്കുകയാണ്. അത് അറിയാത്തതായിട്ട് ആരുമില്ല. നിങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലത്ത് മത്സരിക്കാനുള്ള നിങ്ങളുടെ ജെന്യുവിനായ ആവശ്യമായിരുന്നെങ്കിൽ, ആഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മത്സരിക്കാൻ വേറെ സീറ്റ് ഉണ്ട്. അവിടെ ഒന്നും നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. നിങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് UDFന്റെ മാജിക് നമ്പർ വെട്ടാനാണ്. ഞങ്ങൾ UDFനെ എവിടെയൊക്കെ വിജയിപ്പിക്കാം എന്ന് ഒരിടത്തും വാക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾ LDFനെ അധികാരത്തിൽ കൊണ്ടുവരാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. LDFനെ അധികാരത്തിൽ കൊണ്ടുവരാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. LDFനെ അധികാരത്തിലേറ്റാനോ UDFനെ അധികാരത്തിൽ മാറ്റാനോ ഞങ്ങൾക്ക് ഒരിടത്തും അതിന്റെ ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നണികളുമായി സഖ്യമുണ്ടെങ്കിൽ അത് പരസ്യമായി പറയും. ആ സമയത്ത് ഞങ്ങൾ പരസ്യമായി പറയും. ഇരു മുന്നണികളോടും ഞാൻ ആവർത്തിക്കുന്നു, ഇരു മുന്നണികളോടും തടസ്സമില്ല. അൻസാരി, നിങ്ങൾ LDF ധാരണ എന്താണ് നിങ്ങൾ പരസ്യമായി പറയാത്തത്? LDF ധാരണ ഉണ്ടെങ്കിൽ അത് പരസ്യമായി പറയും. നിലവിൽ ഒരു ധാരണയില്ല. ഞങ്ങൾ 40 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. ഒരു LDFുമായി ധാരണ ഉണ്ടെങ്കിൽ 40 മണ്ഡലങ്ങൾ മത്സരിക്കേണ്ടതില്ലല്ലോ. ശരി, ഞാൻ ഒറ്റ ചോദ്യം കൂടി ചോദിച്ചോട്ടെ. നിങ്ങൾ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി ഉറപ്പാണോ? പത്രിക പിൻവലിക്കില്ല? ഇതുവരെയും പത്രിക പിൻവലിക്കാനുള്ള തീരുമാനമില്ല. ഏതായാലും സ്റ്റേറ്റ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണും, അതിനകത്ത് നിലപാട് അദ്ദേഹം പറയും. അല്ല, സ്റ്റേറ്റ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? ഇന്ന് സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങൾ കാണുമെന്നാണ് പറഞ്ഞത്. ഞാൻ യാത്രയിലായതുകൊണ്ട് അതിന് കൃത്യമായി അറിയില്ല. എന്തായാലും കാണും. ഓക്കെ, അപ്പോൾ മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അദ്ദേഹം പറയും. പറയും. ആ തീരുമാനം എന്തും ആകാം.
എന്തുമാകാം. ഓക്കെ, ഒരു പക്ഷേ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന തീരുമാനവും വന്നേക്കാം. മേ ബി. മേ ബി. യെസ്, അതിനകത്ത് എല്ലാം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു